ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താണ് CSS വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. നമ്മളേത് ഫേസ്ബുക്കിൻ്റെ ലൈക്ക് ബട്ടൺ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാ സ്റ്റൈലുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളെന്താണ് അതിൻ്റെ ഫങ്ഷണാലിറ്റി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലൈക്ക് ബട്ടൺ ഇവിടെ വരണം. നമ്മളുടെ സ്മൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്മൈലി നമുക്ക് ഇവിടെ വരണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെയാണ് ഈ ഒരു ബട്ടൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഈ ഒരു കോഡ് വരുന്നത് അല്ലേ. സോ നമ്മൾ മാനുവലി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ മാറ്റി ഈ കോഡിനെ മാറ്റി നമ്മൾ ഈ ബട്ടൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി അവിടെ സ്മൈലി വന്നു. ഇനിയിപ്പോൾ ഈ വേണ്ടത് ഇനി എന്താണ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഈ ഡിസേബിൾ കളയണം. ഡിസേബിൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഈ രണ്ട് ഫങ്ഷണാലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ സ്മൈലി തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുവരികയാണ്. സോ സ്മൈലി അല്ല, നമ്മളുടെ ലൈക്ക് ബട്ടൺ. സോ അതാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഡോം യൂസ് ചെയ്തിട്ട് ഈ ബട്ടൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. എന്ത് യൂസ് ചെയ്തിട്ട്, ഡോം യൂസ് ചെയ്തിട്ട്. ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും ജാവാസ്ക്രിപ്റ്റിൻ്റെ കോർ. ഡോം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സംഭവത്തിനെയും ഇതിനെയും ചേഞ്ച് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലേ, അങ്ങനെ തന്നെയാണല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിവിടെ മാറേണ്ടത്. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്ത് നമ്മൾ ഇമോജിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമോജി മാറേണ്ടത് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ഇവിടെ ഒരു ഇവൻറ്റ് പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ ഇവൻറ്റ്? ഓൺ ക്ലിക്കിൽ ഞാൻ എന്താണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്, ഞാൻ ജസ്റ്റ് ഇവിടെ മൈ ഫംഗ്ഷൻ എഴുതാണ്. മൈ ഫംഗ്ഷൻ എഴുതി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഈ മൈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബോഡി ടാഗിൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു ജാവാസ്ക്രിപ്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാണെന്ന് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ്, ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മളെന്താണ് നമ്മളുടെ HTML ഉള്ളിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിനെ ജാവാസ്ക്രിപ്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാക്കി മാറ്റിയാണ് ഈ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ എന്താണ് നമ്മളിവിടെ എന്ത് പറഞ്ഞു, സ്ക്രിപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കെന്താണ് ആ ഫംഗ്ഷനെ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫംഗ്ഷനാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. എന്താണ് ആ ഫംഗ്ഷൻ? മൈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഇവിടെ ക്ലിക്ക് ഇവൻറ്റിൽ കോൾ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ സ്ക്രിപ്റ്റിൽ വന്നിട്ട് ഏതാണ് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇതിലുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് എഴുതുന്നോ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഒരു അലേർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അലേർട്ട് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അലേർട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഹി ആം ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വന്നിട്ട് ഈ ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ നമ്മൾ ഇതിലാണ് ആ ക്ലിക്ക് കൊടുത്തിട്ടില്ലേ, ഫസ്റ്റ് ഫംഗ്ഷനിൽ ഇവിടെയാണല്ലോ ആ ക്ലിക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ് അലേർട്ട് വന്നു, ഹൈ ഐ ആം ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോക്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ഒരു സംഭവത്തിനെയാണല്ലോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവത്തിനെയാണല്ലോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, ഈ കോഡിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിന് ഈക്വലായിട്ടുള്ള ആ ഒരു കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനിലൂടെ പാസ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് പാസ് ചെയ്യുക, ഞാനൊരു ബാക്ക് ടിക്ക് ഇട്ടിട്ട് ആ കോഡിനെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു. ബാക്ക് ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെമിക്കോളനും കോമയൊന്നും അല്ല കേട്ടോ. നമ്മളുടെ ടാബ് എന്ന് പറയുന്ന കീ ഉണ്ടല്ലോ, നമ്മുടെ കീബോർഡിൻ്റെ ടാബിൻ്റെ കീ ഉണ്ടല്ലോ, ആ ടാബിൻ്റെ കീയിൽ ഇതാണ് ഈ സംഭവം. ഈ ഒരു കീയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ബാക്ക് ടിക്സ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കെന്താണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ അതിലേക്കൊരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂവിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് ഒരു വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. സോ ഈ ഫംഗ്ഷനിൽ നിന്ന് ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുമ്പോൾ ആ ആർഗ്യുമെൻ്റ് എവിടെയും സേവ് ചെയ്യുക, ഈ സിം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലായിരിക്കും സേവ് ചെയ്യുക. ഇനി നമുക്കെന്താണ് ഈ അലേർട്ടിൽ പോയിട്ട് ഞാൻ എന്താണ് പറയുന്നത്, ഈ സിമ്മിനെ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ വന്നു, ഇതിൽ ക്ലിക്ക് ചെയ്തു. സോ നമുക്ക് എന്താണ് കേട്ടോ, ആ ലൈക്ക് ബട്ടൺ അവിടെ കിട്ടി. ഓക്കെ, സോ ഞാൻ എന്താണ് ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മളെന്താണ്
സെയിം ഫംഗ്ഷനിനെ നമ്മൾ എന്ത് ചെയ്യാണ് അടുത്ത സ്പാനിൽ കൊടുക്കുകയാണ്. ബട്ട് അവിടെ എന്ത് നമ്മൾ മാറ്റി കൊടുക്കണം? നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു വാല്യൂ ആണ്. സ്മൈലിയുടെ വാല്യൂ എന്താണോ അത് നമ്മളിവിടെ കൊടുത്തു. ഇനി ഞാനെന്ത് പറഞ്ഞു? ഇവിടെ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തു, ആ ലേട്ടിൽ ലൈക്ക് ബട്ടൺ വന്നു. ഇനി എന്താണ്? സ്മൈലിയിൽ ക്ലിക്ക് ചെയ്തു, ആ ലേട്ടിൽ സ്മൈലി വന്നു. അങ്ങനെ ഓരോന്നിനും ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാത്തിനും അതിൻ്റേതായ വാല്യൂ പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് അലേർട്ട് ചെയ്തു. നമ്മളിവിടെ തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മളെന്താണ് ലവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വരുന്നുണ്ട്. ഇവിടെ ആംഗ്രിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആംഗ്രി വരുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇവിടം വരെ നമ്മൾ എന്തെത്തിച്ചിട്ടുണ്ട്? അതിൻ്റെ ആ ഒരു ഇമോജിയെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡോം മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ്? ഇതിൻ്റെ ഇന്നർ HTML നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മാറ്റി കൊടുക്കണം. സോറി, അതിന് വേണ്ടിയിട്ട് എന്താണ്? ഓരോ ഡിവിഷനെയും ഈ വാല്യൂവിനെയാണ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് അല്ലേ? സോ നമുക്കെന്താണ്? ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനെയാണോ നമ്മൾ മാറ്റി കൊടുക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ, യുണിക് വാല്യൂ, ഒരു ID കൊടുക്കണം. ID എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാല്യൂ യുണിക്കായിരിക്കണം. വേറെ ഒന്നിനും നമ്മൾ ആ ID യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനൊരു ID കൊടുക്കുകയാണ്. എന്താണ്? റിയാക്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ID കൊടുത്തു. ഇനി നമുക്കെന്താണ്? ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഡോക്യുമെൻറ്റിലുള്ള ഈ ഡോക്യുമെൻറ്റിലുള്ള എന്ന് പറയാൻ ഡോട്ട്, എന്നിട്ട് എന്ത് പറയണം? ഈ ID ആയിട്ട് വരുന്നതിനെ എന്ത് പറഞ്ഞു? ഡോക്യുമെൻറ്റിലുള്ള ID നെയിം ഞാനിവിടെ കൊടുത്തു. എന്നിട്ട് എന്താണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുത്താൽ എററായിരിക്കും. നമ്മളെന്താണ് പറയുന്നത്? ഈ റിയാക്ഷൻ നെയിം എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിനെ ഗെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുള്ള കീവേഡ് എന്താണ്? ഗെറ്റ് എലമെൻറ്റ് ബൈ ID. എന്ത്? റിയാക്ഷൻ നെയിം ആയിട്ടുള്ള എലമെൻറ്റ് ബൈ IDയുടെ ഇന്നർ HTML എന്ത് ചെയ്യണം? ഇന്നർ HTML ഗെറ്റ് ചെയ്യണം. ഇന്നർ HTML എന്തിനാ അസൈൻ ചെയ്യണം? നമ്മളുടെ ഈ സിമ്മിൽ വരുന്ന വാല്യൂവിനെ അസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ഇന്നർ HTML എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇന്നർ HTML? ഈ ബട്ടൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിൽ വരുന്ന കണ്ടന്റ് എന്താണോ അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്നർ HTML എന്ന് പറയുന്നത്. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഡോം യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഈ ഡോക്യുമെൻറ്റിലുള്ള ഗെറ്റ് എലമെൻറ്റ് ബൈ ID റിയാക്ഷൻ നെയിം ആയിട്ടുള്ള IDനെ എടുത്തിട്ട് അതിൻ്റെ ഇന്നർ HTML ഈ സിമ്മിൽ വരുന്ന വാല്യൂ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. സോ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ വന്നു, എന്ത് ചെയ്തു? ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു, സ്മൈലി ക്ലിക്ക് ചെയ്തു. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ അനിമേഷൻ അവിടെ വർക്കാവുന്നുണ്ട്. സെയിം അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിസ്പ്ലേ ആകുന്നുണ്ട്. സോ അത് മാത്രം പോരാ നമുക്ക്, അല്ലേ? ഇത് എനേബിൾ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത്. സോ ആ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസേബിളിനെ എനേബിൾ ആയി കൊടുക്കണം, ഫാൾസ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡിസേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? ഈ റിയാക്ഷൻ നെയിമിൻ്റെ ഡിസേബിൾ ട്രൂ ആണ് എന്നാണ്. ഇതിന് ട്രൂ ആണെന്നാണ് ബിഹൈൻഡ് ദ സീനിൽ മനസ്സിലാക്കുക. സോ അതിനുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. സെയിം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കോപ്പി ചെയ്യുക. ഇതുവരെ സെയിം ആണ്. എന്നിട്ട് ഈ ഇന്നർ HTML പകരം നമുക്ക് ഈ ഡിസേബിൾ എന്ന് പറയുന്ന കീവേഡിനെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡിസേബിൾ എന്ന് പറയുന്ന കീവേഡുള്ള ആട്രിബ്യൂട്ട്, ഈ ഡിസേബിൾഡ് എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? ഫാൾസ് എന്നാക്കി കൊടുത്തു. ഡിസേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഡിസേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ട്രൂ എന്നാണ്. ഇവിടെ വന്നിട്ട് എന്താണ്? ഡോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂവിനെ നമ്മളിവിടെ മാറ്റി കൊടുത്തു. ഇത് ഫാൾസ് ആണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. വേണമെങ്കിൽ ഇവിടെ സെമിക്കോളൻ കൊടുക്കുക, ചിലപ്പോൾ എറർ കാണിക്കും. ഇനി നമ്മളെന്താണ്? ഇവിടെ വന്നു. ഇനി ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എനേബിൾ ആയിട്ട് കാണിക്കും. ഓക്കെ ഗൈസ്, എനേബിളായി, ചേഞ്ച് ചെയ്തു, എനേബിളായി, സ്മൈലി ചേഞ്ചായി, എനേബിളായി. ഓരോ ഐക്കൺസും എന്താണ്? യഥേഷ്ടം എനേബിളായിട്ടുണ്ട്.
സോ ഇത്ര സിമ്പിളാണ് എന്ത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, CSS എന്ന് പറയുന്നത്, HTML എന്ന് പറയുന്നത്. ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് 1, 2, 3 ടാസ്ക് ഒന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എറർ വരാം, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് തോന്നാം. ബട്ട് നിങ്ങളൊരു 10 എണ്ണം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞു, നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടാസ്കുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും see you in the next video.